കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തി. നമ്മളെ വയനാട് ബ്ലോഗറിൻ്റെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ലീക്കായോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുള്ള ഒരു ഇഷ്യൂ ആണിത്. എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ട് നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റ ഐ ഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റ ഐ ഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ 2 കൈ ഞങ്ങളുടെ കയ്യിൽ ടാറ്റു ഉണ്ട്. അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസേ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. ഇതിപ്പോൾ ഇവരുടെ ഒരു കേസ് എന്നല്ല, ഇപ്പോൾ കറന്റ് നമ്മളെ സമൂഹത്തിൽ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈഗിൾ അത് സ്റ്റോറി ഇട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ, അതായത് ഇപ്പോൾ ഇവരൊക്കെ മുന്നോട്ട് വരുന്നത്, ഇന്ന് മുന്നോട്ട് വരാത്ത ഒരുപാട് പേരുണ്ട്. മനസ്സിലായി? ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർവ്വസാധാരണ എന്ന രീതിയിലാണ് ഇപ്പോൾ പലരെയും വീഡിയോസ് അവർ മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ എയും ഇതും ആപ്പും കാര്യങ്ങളൊക്കെ വന്നല്ലോ. ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞാൽ എ തന്നെ മാറ്റിത്തരും. ഒരു കംപ്ലീറ്റ്ലി തന്നെ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും എഡിറ്റ് ചെയ്ത് മാറ്റുന്നത്. അത്ര അഡ്വാൻസ്ഡൊക്കെ ഇപ്പോഴത്തെ എയും ടെക്നോളജിയും കാര്യങ്ങളല്ല. അപ്പോൾ ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ തന്നെ മെയിനായിട്ട് ഓരോ ഗ്രൂപ്പിനകത്ത് കയറി ഇതൊക്കെ മിസ്യൂസ് ചെയ്ത് നമ്മളെ ലൈഫിൽ തന്നെ അത് പിന്നെ മാച്ച് കളയാൻ പോലും പറ്റാത്തനക്കത്തെ പ്രശ്നങ്ങളാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ ഈ ഫോട്ടോസ് ഇടുമ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടാലും കുറേ ഒരു ഇടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കിസ് ചെയ്യുന്നതായാലും ഹഗ് ചെയ്യുന്നതായാലും നമ്മളിപ്പോൾ ചിലപ്പോൾ കിടക്കുന്നതായിരിക്കും, നോർമൽ ഫോട്ടോസൊക്കെ ആയിരിക്കും. പക്ഷേ ഇവന്മാരുടെ ആ ഒരു ഫോട്ടോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും വീഡിയോസിൽ തലയും വെട്ടി ചേർത്ത് സെറ്റ് ആക്കിയിട്ട് പറയും വീഡിയോ ലീക്ക് ഇടുന്നത്. കാലം അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ അത്രയ്ക്കും. മനസ്സിലായില്ലേ? 18 വയസ്സിന് മുകളിലുള്ളവർക്കല്ല ഇപ്പം അതിന് താഴെയുള്ളവർക്കാണ് ചൊറിച്ചിലും കടിയൊക്കെ. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡ് ടൈമിൽ പിള്ളേർക്ക് മൊത്തം ഫോണായതിനു ശേഷമാണ് ഇത്രയും അതമ്പതിച്ചു പോയത്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം എന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഗ്രൗണ്ടിൽ കിടക്കുന്ന ടൈമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെങ്കിൽ സമയം മാറി, കാലം മാറി. ഇപ്പോൾ ഗ്രൗണ്ടിലല്ല പിള്ളേരിക്കുന്നത്. ഗ്രൗണ്ടിൽ വന്നാലും ഫോണും കൊണ്ടുവന്ന് ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഗെയിം കളിയും ബാക്കിയുള്ള പല പരിപാടികളും ചെയ്യുന്ന അത്രയ്ക്ക് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കാലം. സോ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. സൂക്ഷിച്ചിട്ട് തന്നെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മളെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പ്രൈവറ്റ് ആയിരിക്കും. ഇവരിപ്പോൾ ഇവർ പ്രൈവറ്റ് ആയിട്ടിരുന്ന കാര്യങ്ങളാണ് ഇവർക്ക് തന്നെ ഇത്ര പ്രശ്നം കിട്ടുക. സോ be careful guys.